അമേരിക്ക ഇറാനിലേക്ക് വീണ്ടും ആക്രമണം നടത്തിയിരിക്കുന്നു. ഇറാന്റെ തീരപ്രദേശങ്ങളിലാണ് ആക്രമണം നടത്തിയിരിക്കുന്നത്. US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാന് ഒരു ഡെഡ് ലൈൻ നൽകിയിരുന്നു എന്നും ഈ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് തുറക്കണമെന്ന് പറഞ്ഞിരുന്നതായും US സൈഡിൽ നിന്ന് വിശദീകരണം വരുന്നു. ഈ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ അവർ സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് തുറക്കാത്തതിനാലാണ് തങ്ങൾ ഇത്തരത്തിലുള്ള ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് എന്നാണ് സെൻകോമിന്റെ സൈഡിൽ നിന്നുള്ള വിശദീകരണം. ഏകദേശം 140 മിലിറ്ററി ടാർഗറ്റ്സ് ആണ് ഇറാനിലെ മിലിറ്ററി ടാർഗറ്റ്സ് ആണ് സെൻകോം ആക്രമിച്ചിരിക്കുന്നത്. ഇറാൻ ഇതിന് തിരിച്ചടിച്ചിട്ടുണ്ട്. അതിനു മുൻപായിട്ട് കഴിഞ്ഞ ദിവസം ആക്രമിക്കപ്പെട്ട ഒരു കപ്പലുണ്ട്, സൈപ്രസ് ഫ്ലാഗിലായിട്ടുള്ള ഒരു കപ്പൽ. ഇത് ഇറാൻ ആക്രമിച്ചതിനെ തുടർന്ന് അതിൻ്റെ എൻജിൻ റൂം കത്തുകയും ആ ഒരു കപ്പൽ അബാൻഡൻ ചെയ്ത് 11 നാവികർ രക്ഷപ്പെടുകയുണ്ടായി. എന്നാൽ അതിൽ ഒരു നാവികനെ കാണാതായി. അദ്ദേഹത്തെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. US ആക്രമണത്തിന് തിരിച്ചടിയായിട്ട് ഇറാൻ നടത്തിയ ആക്രമണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇത് ഇറാന്റെ ഭാഗത്തു നിന്ന് വരുന്ന അവകാശവാദങ്ങളാണ്. കുവൈറ്റിലെ US മിസൈൽ ലോഞ്ചിങ് ഹാർഡ്വെയർ തകർത്തതായിട്ട് പറയപ്പെടുന്നു. ജോർഡനിലെ ഫ്യുവൽ ഡിപ്പോ ആക്രമിക്കപ്പെട്ടതായിട്ട് ആണ് മറ്റൊരു വിവരം. ബഹ്റിനിലെ ഹെലികോപ്റ്റർ മെയിൻ്റനൻസ് ഫെസിലിറ്റി, കുവൈറ്റിലെ ഫ്യുവൽ ടാങ്ക്സ്, പാട്രിയറ്റ് എയർ ഡിഫൻസ് സിസ്റ്റംസ്, ഒമാനിലെ അമേരിക്കയുടെ റഡാർസ് എന്നിവ ആക്രമിച്ചതായിട്ടാണ് IRGC അവകാശപ്പെടുന്നത്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസിന്മേലുള്ള ഇറാന്റെ പരമാധികാരത്തെ അമേരിക്ക റെസ്പെക്റ്റ് ചെയ്യണമെന്നും അങ്ങനെ റെസ്പെക്റ്റ് ചെയ്താൽ മാത്രമേ ഇനി സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് തുറക്കാൻ തങ്ങൾ അനുവദിക്കൂ എന്നാണ് ഇറാൻ പറയുന്നത്.